Hi friends, എല്ലാവർക്കും നമ്മുടെ മെട്രോ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. നമ്മളിവിടെ നിർമ്മിക്കാൻ പോകുന്നത് ഒരു ബ്ലൂടൂത്ത് സ്റ്റീരിയോ സ്പീക്കറാണ്. നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പീക്കറാണ് ഞാൻ ഇന്ന് നിർമ്മിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെ സിമ്പിളായിട്ട് നിർമ്മിക്കാമെന്നാണ് ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത്. നമുക്ക് നമ്മുടെ വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കർ നിർമ്മിക്കാനായിട്ട് ഞാനിപ്പം ആദ്യം 2 സ്പീക്കേഴ്സ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ AC കറണ്ടിൽ വർക്കാവുന്ന സ്പീക്കേഴ്സാണ്. അപ്പോൾ നമുക്ക് DC കറണ്ടിലോട്ട് മാറ്റണം. ആദ്യം നമുക്ക് നമ്മുടെ സ്പീക്കേഴ്സിൻ്റെ സ്ക്രൂസ് അയച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് വർക്കാവാത്ത ബോർഡൊക്കെ മാറ്റി വയ്ക്കാം. നമ്മളിപ്പോൾ നമ്മുടെ സ്പീക്കറിൻ്റെ കവർ അയച്ചെടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ നമ്മുടെ സ്പീക്കറിൻ്റെ അകത്തായിട്ട് ആംപ്ലിഫയർ ബോർഡും പവർ ബോർഡും ഉണ്ട്. അപ്പോൾ നമ്മുടെ ആംപ്ലിഫയർ ബോർഡും പവർ ബോർഡും വർക്കാവുന്നില്ല. അപ്പോൾ നമ്മളത് അയച്ച് മാറ്റി നമ്മളിപ്പോൾ നമ്മുടെ 2 സ്പീക്കേഴ്സ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. നമുക്ക് നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കർ നിർമ്മിക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു ബ്ലൂടൂത്ത് മൊഡ്യൂളും ഒരു ആംപ്ലിഫയറും എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നിങ്ങൾക്ക് സോൾഡർ ചെയ്തിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ 2 മൊഡ്യൂൾ സോൾഡർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബ്ലൂടൂത്ത് മൊഡ്യൂളിലോട്ട് നമ്മളിപ്പോൾ നമ്മുടെ ആംപ്ലിഫയർ യൂണിറ്റ് സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കണക്ഷൻസൊക്കെ ഒന്ന് പറഞ്ഞുതരാം. നമ്മുടെ ബ്ലൂടൂത്ത് മൊഡ്യൂളിൽ വരുന്നത് 2 ഔട്ട് വരുന്നുണ്ട്. ഒന്ന് ലെഫ്റ്റ് ഔട്ടും റൈറ്റ് ഔട്ടും ആണ്, നിങ്ങൾക്ക് കാണാം. പിന്നെ നമുക്ക് 2 ഗ്രൗണ്ടും ഒരു VCC ആണ് വരുന്നത്. VCC നമ്മൾ കൊടുക്കേണ്ടത് 5 വോൾട്ടിലാണ്. അപ്പം ലെഫ്റ്റ് ഔട്ട് നമ്മൾ നേരെ നമ്മുടെ ആംപ്ലിഫയർ യൂണിറ്റിൻ്റെ ഔട്ടോട്ട് കൊടുത്തിട്ടുണ്ട് ലെഫ്റ്റിലത്തെ. പിന്നെ നമുക്കിവിടെ 6 കാണുന്നുണ്ട്. അത് നമ്മൾ നമ്മുടെ മൊഡ്യൂളിൽ നിന്ന് റൈറ്റ് ഔട്ട് നേരെ നമ്മൾ ആംപ്ലിഫയറിലെ റൈറ്റ് ഔട്ടിലോട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് T എന്നൊരു സിമ്പിൾ കാണാം. T എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടാണ്. നമ്മൾ ആ ഗ്രൗണ്ട് പിന്നോട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് നമുക്ക് VCC ആണ്. VCC നമ്മൾ നേരെ കണക്ട് ചെയ്തിരിക്കുന്നത് 5 വോൾട്ടിലാണ്. പിന്നെ നമ്മൾ നേരെ ഒരു ഗ്രൗണ്ട് എടുത്തിട്ട് നമുക്കിവിടെ നെഗറ്റീവ് സിമ്പിൾ കാണാം. നമ്മളവിടെ ഗ്രൗണ്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഒരു പോസിറ്റീവും നെഗറ്റീവും നമ്മൾ 2 വേറെ സോൾഡർ എടുത്തിട്ടുണ്ട്. രണ്ട് ബോർഡിലോട്ടും പവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ബാറ്ററിയിലോട്ട് കണക്ട് ചെയ്യാം. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നമ്മുടെ സ്റ്റീരിയോ കേസിൽ നിങ്ങൾക്ക് കാണാം ഒരു സ്വിച്ചും ഒരു ചാർജിങ് സോക്കറ്റും പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാർജിങ് സോക്കറ്റ് നമ്മുടെ ബാറ്ററിയും ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്ത ഡ്രെയിൻ ഔട്ട് ആവണമെങ്കിൽ നമുക്ക് റീചാർജിങ് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കറിന് നമ്മൾ എടുത്തിരിക്കുന്നത് 3.7 വോൾട്ട് റീചാർജബിൾ ബാറ്ററിയാണ്. അപ്പോൾ ഞാൻ അതിൽ ഒരു പോസിറ്റീവ് പിന്നും 2 നെഗറ്റീവ് പിന്നും വയേഴ്സ് ഞാൻ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോസിറ്റീവ് വയർ ഞാൻ നേരെ നമ്മുടെ സ്വിച്ചിൻ്റെ അറ്റത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്കിനി കൊടുക്കാനുള്ളത് 2 നെഗറ്റീവ് വയേഴ്സാണ്. പിന്നെ ഫ്രണ്ട്സ്, അതിൽ നമ്മളിപ്പോൾ ഒരു നെഗറ്റീവ് വയർ നമ്മൾ നേരെ നമ്മുടെ ചാർജിങ് സോക്കറ്റിൻ്റെ ഈ ബ്ലാക്ക് വയറിലോട്ടാണ് കൊടുക്കാൻ പോകുന്നത്. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഒരു 1K റെസിസ്റ്റൻസർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു LED ബൾബ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നീളം കൂടിയ ഭാഗം പോസിറ്റീവ്, നീളം കുറഞ്ഞ നെഗറ്റീവാണ്. അപ്പോൾ ഞാനിപ്പോൾ നീളം കൂടിയ ഭാഗത്തിൽ ഒരു 1K റെസിസ്റ്റൻസർ നമ്മുടെ LED ബൾബിൻ്റെ പോസിറ്റീവിൽ സോൾഡർ ചെയ്ത് പിടിപ്പിക്കാൻ പോവാണ്. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നമ്മുടെ 1K റെസിസ്റ്റൻസർ സോൾഡർ ചെയ്തിട്ട് നമ്മുടെ LED ബൾബിനോട്ട് സ്ലീവ് ഇട്ടിട്ടുണ്ട്. നമുക്കിനി സോൾഡർ ചെയ്യാം. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഒരു ഡയോഡ് എടുത്തിട്ടുണ്ട്. നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബാറ്ററി വോൾട്ട് തിരിച്ച് പാസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഡയോഡ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളത് കണക്ട് ചെയ്യാൻ പോകുന്ന വരയിട്ട ഭാഗം ബാറ്ററി പോസിറ്റീവിലും പിന്നെ നമ്മൾ വരയിടാത്ത ഭാഗം നമ്മുടെ ചാർജിങ് സോക്കറ്റിൻ്റെ പോസിറ്റീവിലാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്വിച്ചിൽ നമുക്ക് പോസിറ്റീവ് കറണ്ട് പോകുന്നുണ്ട് നമ്മുടെ ബാറ്ററിയുടെ. അപ്പോൾ നമ്മൾ ഈ വരയിട്ട ഭാഗം നമ്മുടെ ഈ സ്വിച്ചിൻ്റെ ഒരറ്റത്തും ബാക്കി നമ്മൾ ഈ വരയിടാത്ത ഭാഗം നമ്മുടെ ചാർജിങ് സോക്കറ്റിൻ്റെ ഈ പോസിറ്റീവ് വയറിലാണ് കൊടുക്കുന്നത്. നമ്മുടെ ഡയോഡ് സോൾഡർ ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വരയിട്ട ഭാഗം നമ്മുടെ ബാറ്ററി പോസിറ്റീവ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബാറ്ററി പോസിറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ സ്വിച്ചിൻ്റെ ഒരു അറ്റത്താണ് കൊടുത്തിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ബാറ്ററി പോസിറ്റീവ് നിന്ന് നേരെ സ്വിച്ചിൻ്റെ ഒരു അറ്റത്തേക്ക് കറണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അവിടെ തന്നെയാണ് ഞാനിപ്പോൾ ഡയോഡ് സോൾഡർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ നമ്മുടെ ചാർജിങ് സോക്കറ്റിൻ്റെ പോസിറ്റീവ് വയറിൽ മറ്റേ അറ്റം കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ LED ബൾബ് കത്തുന്നതായിരിക്കും. നമ്മളിപ്പോൾ ഒരു ഗ്രീൻ LED ബൾബ് എടുത്തിട്ടുണ്ട്. അതിൽ നമ്മുടെ പോസിറ്റീവ് പിൻ്റെ അകത്ത് ഒരു 1K റെസിസ്റ്റൻസിൽ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇത് നമ്മൾ സോൾഡർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഓൺ ഓഫ് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ സർക്യൂട്ട് ഇതാണ്. അപ്പോൾ നമുക്കിനി ഒരു പോസിറ്റീവ് വയറും നെഗറ്റീവ് വയറും ഉണ്ട്. ഇപ്പോൾ ഞാനിവിടുന്ന് ടേപ്പ് ചുറ്റി വെച്ചിട്ടുണ്ട് ഇതൊന്ന് മര്യാദയ്ക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ പോസിറ്റീവ് വയർ നമ്മുടെ സ്വിച്ചിൻ്റെ ഒരറ്റത്ത് കൊടുക്കുന്നതായിരിക്കും. പിന്നെ നമുക്ക് നെഗറ്റീവ് നമ്മുടെ ബാറ്ററി കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ
നമ്മുടെ LED ബൾബിൻ്റെ നെഗറ്റീവ് വയറും നമ്മുടെ ബാറ്ററി തന്നെ കൊടുക്കുന്നതായിരിക്കും. പിന്നെയുള്ളത് നമ്മുടെ റെസിസ്റ്റൻസറിൻ്റെ ഭാഗമാണ് പോസിറ്റീവ് വയർ. അത് നമ്മൾ നേരെ നമ്മുടെ ഈ പോസിറ്റീവിലും സ്വിച്ചിലും ഒരുമിച്ച് കൊടുക്കുന്നതായിരിക്കും ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് സോൾഡർ ചെയ്തിട്ട് ബാക്കി കാണാം. നമുക്ക് നമ്മുടെ LED ബൾബ് സോൾഡർ ചെയ്യാം. അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് ഇവിടെ ഇറക്കി വയ്ക്കാം നമ്മുടെ. ഓക്കെ, ഇനി നമുക്ക് സോൾഡർ ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ LED ബൾബ് നമ്മുടെ സ്വിച്ചിൻ്റെ മറ്റേ അറ്റത്താണ് സോൾഡർ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ റെസിസ്റ്റൻസർ. ഇനി നമുക്ക് നമ്മുടെ ബ്ലാക്ക് വയർ നമ്മുടെ ബാറ്ററിയുടെ ബ്ലാക്ക് വയറായിട്ടും നമ്മുടെ LED ബ്ലാക്ക് വയറായിട്ടും ഒരുമിച്ച് സോൾഡർ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഈ റെഡ് വയർ നമ്മുടെ സ്വിച്ചിൻ്റെ ഈ അറ്റത്തായിട്ട് നമുക്ക് ഇവിടെ നമ്മുടെ റെസിസ്റ്റൻസർ വെച്ച അവിടെ തന്നെ സോൾഡർ ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് വയർ ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുക്കാം. നമ്മുടെ LED ബൾബിൻ്റെ നെഗറ്റീവ് വയറും അതുപോലെ തന്നെ നമ്മുടെ സർക്യൂട്ടിൻ്റെ നെഗറ്റീവ് വയറും തമ്മിലൊന്നും തിരിച്ചു വയ്ക്കാൻ പോവുകയാണ്. ഫ്രണ്ട്സ് ഇനി നമുക്ക് നമ്മുടെ ലൈറ്റ് സോൾഡർ ചെയ്യാം. ഓക്കെ, നമ്മൾ നമ്മുടെ സ്വിച്ച് സോൾഡർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ് ഒക്കെ കാണാം നമ്മുടെ ഇൻഡിക്കേഷൻ ലൈറ്റൊക്കെ വർക്കാവുന്നുണ്ട്. ഓക്കെ, നമുക്ക് നമ്മുടെ സ്വിച്ച് ഓഫ് ചെയ്യാം. ഫ്രണ്ട്സ് ഇനി നമുക്ക് നമ്മുടെ പോസിറ്റീവ് വയറാണുള്ളത്. അത് നമുക്ക് നമ്മുടെ സ്വിച്ചിൻ്റെ ഇവിടെ ആയിട്ട് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് നമ്മളത് സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത സ്പീക്കറിലോട്ട് വയർ കണക്ട് ചെയ്യാം. അതിനായിട്ട് ഞാനിപ്പോൾ സ്പീക്കർ ഒരു PVC പൈപ്പ് എടുത്തിട്ടുണ്ട്. ആ PVC പൈപ്പിൻ്റെ അകത്ത് കൂടെ ഞാനിപ്പോൾ നമ്മുടെ വയർ വലിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ സ്പീക്കറിൻ്റെ അകത്തോട്ട് വെച്ചിട്ട് നമുക്കിപ്പോൾ നമ്മുടെ ചിപ്പ് സെറ്റിൽ നമ്മുടെ വയർ സോൾഡർ ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡും സ്പീക്കറിൻ്റെ വയറും നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് നോക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സോൾഡർ ചെയ്യാം. നമ്മുടെ സോൾഡറിങ് വർക്കൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞു. ഇനി ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണുന്നതാണിപ്പം ഷോർട്ട് ആവാത്ത രീതിയിൽ എല്ലാം ഒരു മാസ്കിൻ ടേപ്പ് വെച്ച് ഇൻസുലേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതുപോലെ ഷോർട്ട് ആവാത്ത രീതിയിൽ ഒന്ന് ഇൻസുലേറ്റ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മളിപ്പോൾ നമ്മുടെ ഐസിയും ചിപ്പൊക്കെ നമ്മൾ WC സ്റ്റിക്കർ ഇട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ക്ലോസ് ചെയ്യാം. അപ്പോൾ ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ നമ്മുടെ പൈപ്പ് ഒട്ടിച്ചെടുക്കാം. ഫ്രണ്ട്സ് നമുക്ക് നമ്മുടെ PVC പൈപ്പ് നമുക്ക് ഇവിടെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ PVC പൈപ്പ് ഒട്ടിക്കാം. ഇത് എന്തിനാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഫ്രണ്ട്സ് നമ്മൾ നമ്മുടെ PVC പൈപ്പ് ബാക്കിൽ ഗ്ലൂ ഗണ്ണും കൊണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്സ് അതുപോലെ നമ്മളിപ്പോൾ ഈ സ്റ്റീരിയോയിലാണ് ഈ സ്പീക്കറിലാണ് നമ്മൾ നമ്മുടെ ചിപ്പ് സെറ്റൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്പീക്കറിൽ നിന്ന് നേരെ കണക്ഷൻ എടുത്തിട്ട് ഈ PVC പൈപ്പിനുള്ളിൽ കൂടെയാണ് ഇപ്പോഴത്തെ സ്പീക്കറിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അതിനും വേണ്ടിയും കൂടെയാണ് ഞാനിപ്പോൾ ഒരു ഭംഗിക്ക് ഇരിക്കാൻ വേണ്ടി PVC പൈപ്പ് വെച്ചത്. ഫ്രണ്ട്സ് അത് മാത്രമല്ല, ഇപ്പോൾ ഞാൻ എൻ്റെ നേരത്തെ വീഡിയോയിൽ നിങ്ങൾക്കറിയാം ഞാനൊരു ഫോൺ സ്റ്റാൻഡ് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ഫോൺ സ്റ്റാൻഡ് വെക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ നമ്മുടെ ഫോൺ വെച്ചിട്ട് നമുക്ക് സ്റ്റീരിയോയിൽ നമുക്കിപ്പം കണക്ട് ചെയ്തിട്ട് നമുക്ക് സിനിമകൾ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനും കൂടെ ഉപകരിക്കും. പിന്നെ ഫ്രണ്ട്സ് നമുക്ക് നമ്മുടെ മൊബൈൽ ഇവിടെ ഇങ്ങനെ വെക്കാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ വെച്ച് വീണ് പോകുന്ന വേണ്ടിയുള്ളവർ ആണെങ്കിൽ നമുക്ക് നമ്മുടെ മൊബൈൽ സ്റ്റാൻഡിൽ വെക്കാം. ഫ്രണ്ട്സ് ഞാനിപ്പോൾ നമ്മുടെ ചാർജിങ് സോക്കറ്റിൽ ഞാനിപ്പോൾ നമ്മുടെ ചാർജർ കണക്ട് ചെയ്യാണ്. നിങ്ങൾക്ക് ഞാനൊന്ന് ചാർജ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് കാണാൻ നമ്മുടെ ഇൻഡിക്കേഷൻ ലൈറ്റ് കത്തുന്നുണ്ട്. ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ മൊബൈൽ ചാർജർ വഴിയാണ് ചാർജ് ചെയ്യുന്നത്. നമ്മൾ ചാർജ് ബോർഡുകൾ മേടിക്കുകയാണെങ്കിൽ നമുക്ക് അതകത്ത് നമ്മുടെ ബോർഡിൻ്റെ കൂടെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സെറ്റ് ചെയ്താൽ നമുക്കിപ്പോൾ നമ്മുടെ ചാർജൊക്കെ ഫുള്ളായെങ്കിൽ നമുക്കിപ്പോൾ ഓട്ടോ കട്ട് ഓഫ് ആയിക്കോളും. ഇപ്പോൾ നമ്മൾ ഓട്ടോ കട്ട് ഓഫ് ആവില്ല, നമ്മൾ 1 മണിക്കൂർ ആകുമ്പോൾ ഓഫ് ചെയ്യണം. നമുക്കിപ്പോൾ 1/2 മണിക്കൂർ ചാർജ് ചെയ്താൽ മതിയാവും. അപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് എനിക്ക് ചാർജിങ് ബോർഡുകൾ മേടിക്കാൻ പറ്റിയില്ല. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അപ്പം ആദ്യമായിട്ട് അതിനായിട്ട് നമുക്ക് നമ്മുടെ സ്പീക്കർ ഓൺ ചെയ്യാം. സ്റ്റീരിയോ നമ്മൾ ഓണാക്കി നമ്മുടെ ഇൻഡിക്കേഷൻ ലൈറ്റ് കത്തി നമുക്ക് പെയർ ചെയ്യാം. ഓക്കെ, എൻ്റെ ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി പെയർ ആയിട്ടാണ്, ഞാൻ ഒരു പ്രാവശ്യം പെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി പെയർ ആയി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മെട്രോ ടെക് വീഡിയോസിലേക്ക് സ്വാഗതം.
നമുക്ക് നമ്മുടെ സ്റ്റീരിയോയിൽ മൂവീസും സോങ്സൊക്കെ പ്ലേ ചെയ്യാൻ പറ്റുന്നതായിരിക്കും.